ലവേഴ്സിന് പടം കിടിലായിട്ട് ഇഷ്ടപ്പെടും. കൈൻഡ് ഓഫ് ഫാമിലി മൂവി അല്ല, പക്ഷെ ശ്രീനാഥ് ബാസിയുടെ ഇത്രയും ആക്ഷനുള്ളൊരു ഫസ്റ്റ് ഫിലിമാണ്. ലൈക്ക് ശ്രീനാഥ് ബാസി ഫാൻസ് കംപ്ലീറ്റ്ലി ലവ് ഇറ്റ്. ഈ ഒരു സിനിമയിൽ വയലൻസ് കാരണം കുറേ വിഷ്വൽസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഫൈറ്റ്സ് കാണുമ്പോൾ ആ ഒരു കട്ട് ചെയ്ത പോർഷൻസിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ ബാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും റോ ഫൈറ്റിൻ്റെ ആളാണ്. അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഈ സിനിമയിൽ അത്ര കുറേ ബ്രൂട്ടൽ സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടുക? എനിക്ക് തോന്നിയത് ശ്രീനാഥ് ബാസി ഈ റോളിന് കറക്റ്റ് ആപ്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ ശ്രീനാഥ് ബാസിയുടെ ഇത്രയും നല്ല ഫുൾ ടൈം ആക്ഷനുള്ളൊരു പടം ഇതുവരെ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ശ്രീനാഥ് ബാസിയുടെ ഒരു വിഷ്വൽ ആക്ഷൻ ട്രീറ്റ് എന്ന് തന്നെ പറയും. പിന്നെ അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയായാലും ബാബുരാജായാലും ആ ഒരു കോംബോ ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഹണീബിയിലൂടെ നമ്മൾ കണ്ടത്. അതും കോമഡി ആയിരുന്നു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു സീരിയസ് റോൾസ് ഒക്കെ ഒരു ആ ഒരു കോംബോ എങ്ങനെയാണ് ഈ ഒരു ജോണറിൽ വർക്കാക്കുന്നത്? പടം ഫുൾ ഒരു റിവെഞ്ച് മോഡിൽ പോയാണ്. ലൈക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് വരുന്നു, പിന്നെ അത് ബിട്രയലാവുന്നു, അങ്ങനെ ഒരു ഫുൾ റിവെഞ്ച് മോഡാണ്. അപ്പോൾ ലൈക്ക് ടുവേർഡ്സ് എൻഡ് നല്ലോണം ഓഡിയൻസിനെ പിടിച്ചെടുക്കുന്ന ഒരു എൻഡിങ് ആണ്. സോ ഐ തിങ്ക് പീപ്പിൾ വിൽ ലവ് ഇറ്റ്.